അതെ, നമ്മുടെ നാട്ടിലെ താരങ്ങൾക്കൊക്കെ ഓരോരോ വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്. അത് നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല, എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാ അല്ലേ? എന്നത് ഇന്നിപ്പോൾ സ്പോട്ട്ലൈറ്റിൽ എൻ്റെ ഗസ്റ്റിന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും ആൾ ഐഡന്റിഫൈ ചെയ്തോളും. ഹലോ. നശിപ്പിച്ച് ഞാൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് ആ ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിൽ എന്തെങ്കിലും മൊഴിയെന്ന് കരുതിയിട്ടല്ലേ? കനകാംബര്യ. ഇപ്പൊ ഞാൻ തന്നെ പേര് പറയേണ്ടി വരും ആരാന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ പറയൂ ഞാൻ മമ്മൂക്കയാണെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എന്തിനാ ശബ്ദം കേട്ട തിരിച്ചറിയില്ലേ എന്ന് ചോദിച്ചല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ വേറെ ശബ്ദത്തിൽ പറഞ്ഞു. ആൾക്കാർ തിരിച്ചറിയുമെന്ന് അറിയാമല്ലോ ശബ്ദം കേൾക്കുമ്പോൾ. വീക്ക്നെസ് ആണോ അങ്ങനെ ശബ്ദം മാറ്റി പറയല്? ശബ്ദം മാറ്റി പറയുന്ന വീക്ക്നെസ് ഉണ്ടോ? അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടോ? അല്ല, മനുഷ്യന്മാരുടെ കാര്യമല്ലേ, പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ശബ്ദം മാറ്റി പറയുന്ന ഒരു വീക്ക്നെസ് ആണ്. ശബ്ദം മാറ്റി സംസാരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഞാനോ? ഞാനിപ്പോ ശബ്ദം മാറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇതല്ല എന്റെ ഒറിജിനൽ ശബ്ദം. ഒന്നുകൂടി കേക്കട്ടെ. വേണ്ട, മറ്റേതാണല്ലേ. മിമിക്രി അറിയോ? അങ്ങനെയൊന്നും ഞാൻ ഒന്നുകൂടി നിർബന്ധിച്ച ഇല്ല. പ്ലീസ് ചെറുതായിട്ട് സ്ത്രീകളുടെ ശബ്ദം എടുക്കാൻ അറിയോ? ഏയ്, ഞാനിപ്പോ ആരുടെയെങ്കിലും ശബ്ദം എടുക്കാൻ പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റുമോ? ഞാൻ കേട്ടിട്ടുണ്ട്. ശബ്ദം എവിടെ ഇരിക്കണം ഞാൻ എടുക്കാം. പക്ഷെ അങ്ങനെയല്ല, പിന്നെ അനുകരിക്കാൻ പറ്റുമോ? അനുകരണം നല്ലതല്ല കേട്ടോ. നമ്മൾ ആരെയും അനുകരിക്കരുത്. നല്ല കാര്യങ്ങൾ അനുകരിക്കാൻ കേട്ടോ. ഞാനിപ്പോ എന്റെ ശാലിനെ അനുകരിക്കുന്ന കണ്ടില്ലേ? എന്തെല്ലാം കാര്യം ഞാൻ ഇരിക്കുന്നത് ശാലിനെ അനുകരിച്ചാണ്ടിരിക്കുന്നത്. മൈക്ക് പിടിച്ചിരിക്കുന്നത് ശാലിനെ അനുകരിച്ചാണ്. അയ്യാണോ? മനസ്സിലായില്ലല്ലേ? അത്ര നാച്ചുറലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടല്ലേ. മറ്റാരെ അനുകരിക്കാൻ വലിയ താല്പര്യമില്ല എന്നാണ് അടുത്ത് പറഞ്ഞേട്ടോ. അങ്ങനെയാണെങ്കിൽ ആരെവിടെ അനുകരിക്കും? മനുഷ്യന്റെ കാര്യമില്ല. സ്വന്തമായിട്ട് ഒന്ന് അനുകരിക്കൂ. വടക്കൻ വീരഗാഥയിലെ ചന്തു ഇല്ലേ, ചന്തുവിന്റെ ആ ഡയലോഗ് ഒന്ന് എടുക്കൂ, കേക്കട്ടെ പറയണത്. അത് അനുകരിക്കേണ്ട ആവശ്യമില്ല, അതുണ്ടല്ലോ. അപ്പൊ ഇത് ഒറിജിനൽ ആയിട്ട് എടുക്കൂ. എന്തിനാ എടുക്കണത്? ഇപ്പോഴാ ശബ്ദമാണെന്ന് അറിയാനാ. സൗണ്ട് മാറ്റില്ല സംസാരിക്കാം. ചന്തുന്റെ സൗണ്ട് ഇതല്ലല്ലോ. ചന്തുന്റെ സൗണ്ട് എങ്ങനെയാ? വേറെ. അത് അറിയില്ല എന്ന് പറയരുത്. കാര്യം തോപ്പിൽ ജോപ്പനിൽ ആ സീൻ പ്രത്യേകം കാണിക്കുന്നുണ്ട്. വടക്കൻ വീരഗാഥയിൽ സിനിമ കുട്ടികളിരുന്ന് കാണുന്നുണ്ടല്ലേ. അത് ടി വിയില്ല. നോ, ടി വി സൗണ്ട് വേറെ, അത് വേറെ അല്ലേ. ഡയലോഗ് ഓർമ്മയുണ്ടോ നോട്ടെ? ഓർമ്മയില്ല, സോറി. ഞാൻ ഭയങ്കര മറവിക്കാരനാണ്. ശരി, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ പറയണം കേട്ടോ. നീ അടക്കമുള്ള പെൺവർഗം ശപിച്ചുകൊണ്ട് കൊഞ്ചും. നീ അടക്കമുള്ള ചെടികൾ ശപിച്ചുകൊണ്ട് കൊല്ലും. ഒന്നുകൂടെ. നീ അടക്കമുള്ള പെൺവർഗം നീ അടക്കമുള്ള പെൺവർഗം ശപിച്ചുകൊണ്ട് കൊഞ്ചും. നീ അടക്കമുള്ള പെൺവർഗം ശപിച്ചുകൊണ്ട് കൊല്ലും. ശപിച്ചുകൊണ്ട് കൊഞ്ചാ ചെയ്യാ, ശപിച്ചുകൊണ്ടിങ്ങനെ കൊല്ല. ശപിച്ചുകൊണ്ട് കൊല്ലും. ഇതൊരു നടക്കി പോവൂല അല്ലേ? ഞാൻ എന്താ ഈ മിമിക്രിയുടെ കാര്യം പറഞ്ഞെന്നറിയോ? ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തോപ്പിൽ ജോപ്പനില് ഇനിയിപ്പൊ അതും കൂടെ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ബാക്കിയെല്ലാം അത്യാവശ്യം ചെയ്തിട്ടില്ലേ? ഡാൻസ് ചെയ്തിട്ടില്ലേ? എന്തൊക്കെ ചെയ്താലും ആൾക്കാർക്ക് ഒരു പടം ഇഷ്ടപ്പെടാൻ അറിയില്ല. അതെ, അപ്പൊ അത് മാത്രം ചെയ്യാൻ മറന്നുപോയല്ലേ? ഓർപ്പിക്കായിരുന്നു. ഒന്ന് ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ അല്ലേ, അതും കൂടി ഞാൻ ചെയ്തേനെ. മമ്മൂട്ടി ജോണി ആന്റണി ഡ്യുവോ 2006 തുറുപ്പുകുലാനിൽ തുടങ്ങി. 2009 ഈ പട്ടണത്തിൽ ഭൂതം, 2012 താപ്പാന, പിന്നെ 2014 തോപ്പിൽ ജോപ്പൻ. ഈ 4 സിനിമ ഒരേ ജോണറിലുള്ളല്ലേ? ഹ്യൂമർ അല്ലേ? ഹ്യൂമർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഹ്യൂമർ അല്ലേ ചെയ്തത്? ഹ്യൂമറാണ് ഉദ്ദേശിച്ചത്. എന്താണെന്ന് അറിഞ്ഞൂടാ. അതാണോ വന്നേന്ന് അറിഞ്ഞൂടാ. അതെ, കണ്ടൊരു ഓർമ്മ വെച്ചിട്ട് അതാണ് എനിക്ക് തോന്നിയത്. ചെയ്ത ഒരു ഓർമ്മയ്ക്ക് അതാണ്. പക്ഷെ ആളുകൾ എവിടെയെങ്കിലും ചിരിച്ചോ? ജോണി ആന്റണിയുടെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ 4 സിനിമയും ഒരേ ജോണറിലായോണ്ട് തന്നെ 4ാമത്തെ സിനിമയും സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോ അങ്ങനെയൊന്നും ചോദിച്ചില്ലേ? വേറെ ഏതെങ്കിലും ഹ്യൂമർ അല്ലാതെ അങ്ങനെയൊന്നും? ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു. 2-3 പ്രാവശ്യം കഥ കൊണ്ടുവന്നു. അപ്പോഴൊക്കെ ഇത് തന്നെ ഹ്യൂമർ തന്നെ. ഹ്യൂമർ ഉണ്ടാവും സൈഡിൽ കൂടെ. മെയിൻ ഹ്യൂമർ ആയിരിക്കും. പിന്നെ അതിനിടയ്ക്ക് ചെറുതായിട്ട് ഇത്തിരി മട്ടണോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ സൈഡിലായിട്ടുണ്ടാവും. സൈഡ് ഡിഷ് ആയിട്ടുണ്ടാവും. മെയിൻ ഡിഷ് ഇതാ. അപ്പൊ ജോണി ആന്റണിയുടെ കൂടെ ഹ്യൂമർ ആണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവണേ? അങ്ങനെയില്ല. ജോണി കുറച്ച് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു രസികനായ ഒരു സംവിധായകനാണ്. സിനിമയ്ക്ക് ആളുകളെ രസിപ്പിക്കണമെന്നും സിനിമ ഒരു എന്റർടൈനർ ആകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നതാണ്. കാരണം സിനിമ അങ്ങനെ തിയേറ്ററിൽ പോയി കാണുകയും സിനിമയത്തോട് അത്രത്തോളം ആഗ്രഹിക്കുകയും അങ്ങനെയുള്ള സിനിമകൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഒരു സംവിധായകൻ ഒരു പ്രേക്ഷകനുണ്ടല്ലോ. ജോണി അങ്ങനെ ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോണി കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജോണി ഏറ്റവും കൂടുതൽ രസിച്ച സിനിമകൾ എടുക്കാനായിരിക്കും ജോണിക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ പണ്ട് കാലം മുതലേ കണ്ട് ശീലിച്ച ആളാണ് ജോണി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോണിയുടെ എല്ലാ സിനിമകളിലും അങ്ങനെയാണ്. അതിനകത്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമെങ്കിൽ തന്നെ അതിന് പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ഡിഷ് അതിനകത്ത് ഹ്യൂമർ ഫലിതമായിരിക്കും. തമാശ ഏത് രൂപത്തിലായാലും. അത് ഞാൻ അഭിനയിച്ചാലും ശരി, ഇനിയിപ്പോൾ വേറെ ഒട്ടും കോമഡി അഭിനയിക്കാത്ത ആൾ അഭിനയിച്ചാലും ചിലപ്പോൾ എനിക്ക് ഒന്ന് ജോണിയുടെ പടത്തിൽ വരുമ്പോൾ ആളുകളെ ചിരിപ്പിക്കാവുന്ന എന്തെങ്കിലും ആ കഥാപാത്രം ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പ്രധാനമായിട്ട് അതിൻ്റെ ആയിരിക്കും ചെയ്യുന്നത്, അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. പൊതുവെ എല്ലാവരും പറയില്ലേ ഹ്യൂമർ ഫലിപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് വരുമ്പോൾ ഈ ഹ്യൂമർ എങ്ങനെ ജോണി ആന്റണി അഭിനയിച്ച് കാണിക്കോ? അത് ചുമ്മാ അറിയോ? അത് പറയുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ചിലപ്പോൾ ചിരിക്കും കേൾക്കുമ്പോൾ. കഥ പറയുമ്പോൾ നിഷാദ് കോയ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. പിന്നെ ഒരുപാട് കോമഡിയന്മാരെ പടത്തെ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ തമാശ അപ്പുറത്തൊക്കെ പറയും, കഴിയുന്നവരുമല്ലോ. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സീൻ നമ്മൾ വായിച്ച അതിൻ്റെ ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഒരു സ്ക്രിപ്റ്റിൽ എല്ലാ ഡയലോഗ് ആവശ്യമൊക്കെ ഉണ്ടാവും. പിന്നെ അത് പറഞ്ഞ് കൊഴിപ്പിക്കും. അങ്ങനെയുണ്ട്. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൽ കൂടെയാണ് കൂടുതൽ പിന്നെയും തമാശകൾ വരും. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ആ സമയത്ത് ഈവൻ റൈറ്റർക്ക് പോലും അയാൾ ഓർക്കാത്ത പോയോ അല്ലെങ്കിൽ അറിയാതെ പോയ ഒരു തമാശ നമ്മളോട് പറഞ്ഞു തരാം. സംവിധായകൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. കൂടെ അഭിനയിക്കുന്ന ഈ പറഞ്ഞ മിമിക്രി താരങ്ങൾ ഉൾപ്പെടെ ആൾക്കാർ അത് അവരുടെ ഈ നർമ്മ സംഭാഷണങ്ങൾ ഉണ്ടാവും. അത് എല്ലാ നടന്മാരും അഭിനയിക്കുമ്പോഴും എല്ലാ സിനിമകളിലും ഈ തമാശ സിനിമകളിൽ ഏറ്റവും കൂടുതൽ എഴുതിക്കൊണ്ടുവരുന്ന തമാശയുടെ ഒരു 20
to 25% സെറ്റിലും ഇംപ്രവൈസ് ചെയ്യുന്ന തമാശകളാണ്. ഇതിനകത്തുണ്ട് അതുപോലത്തെ ഒരുപാട്. അതിന് ഉദാഹരണത്തിന് ചോദിക്കരുത്. അതാ എന്ത് ചോദിച്ചാൽ ഉടനെ ഉദാഹരണം പറയുമല്ലോ. അപ്പൊ പിന്നെ എഴുത്തുകാരൻ സങ്കടം വരും. ഞാൻ എന്റെ മെയിൻ തന്നെ എന്റെ പറയും. ഞാൻ തന്നെ ഇട്ടതല്ല. ഈ സിനിമയില് നല്ല അസലായിട്ട് കബഡി കളിക്കാൻ അറിയണ തോപ്പിൽ ജോപ്പനാണല്ലോ. ശരിക്കും ജീവിതത്തിൽ കബഡി കളിക്കാൻ അറിയോ? ആ ചോദ്യത്തിന് മമ്മൂട്ടി മൗനം പാലിച്ചു. ഇനി മൗനം ഭഞ്ചിച്ചിട്ട് പറയൂ, ശരിക്കും അറിയോ കബഡി കളിക്കാൻ? പണ്ട് സ്കൂളിൽ പഠിക്കുന്നപ്പോ മറ്റേ കബഡി കളിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ ഈ കബഡി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഇതുണ്ട്, കിളിമാസ്, അങ്ങനത്തെ കളികൾ. ഇതിന്റെയൊക്കെ നാടൻ വേർഷൻ ഉണ്ട്. കിളി കളിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. നാട്ടിൻപുറത്ത് നാടൻ വേർഷൻ ഉണ്ട്. പിന്നെ അത് കബഡി എന്ന് പറഞ്ഞാൽ ഈ കബഡി തന്നെ കബഡി 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 എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് നാഷണൽ ഗെയിം ആയില്ല, നമ്മുടെ ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഫുൾ HD കബഡി ടീം ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ട്. ഇപ്പോൾ വളരെ പോപ്പുലറാണ് കബഡി. ഏതൊക്കെ കളി അറിയാം? എനിക്കോ? എനിക്കങ്ങ് ഒരു കളി അറിഞ്ഞൂടാ. ക്രിക്കറ്റ് ഒന്നും അറിയില്ല? ഒന്നും അറിഞ്ഞൂടാ. ഫുട്ബോൾ ഒന്നും അറിഞ്ഞൂടാ. കാണാറുണ്ടോ ടിവിയിൽ? കാണാറുണ്ട് ഫുട്ബോൾ. ആരാ ഇഷ്ടമുള്ള ടീം? ഏതാ? അങ്ങനെയൊന്നും ചോദിക്കരുത്. എന്നാ പിന്നെ ക്രിക്കറ്റിനെ പറഞ്ഞാൽ മതി. ക്രിക്കറ്റ് പറഞ്ഞൂടാ. ശരിക്കും? സത്യത്തിൽ അറിഞ്ഞൂടാ. അറിയാം, ഈ പറഞ്ഞ പോലെ ബോൾ പിടിച്ച് റോഡി എണ്ണണതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ അതിന്റെ LBW എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവിടെ അങ്ങനെ എന്തൊക്കെ ഇതില്ലേ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു സ്പോർട്ട് ഇവന്റ് ഏതാ? കണ്ടാൽ പിന്നെ മനസ്സിലാവുന്ന ഫുട്ബോളാ. കാരണം കാലിൽ നിന്ന് ഗോളൊക്കെ ആയാലും അറിയാമല്ലോ. അതൊക്കെ അറിയാം. അത്ര മനസ്സിലാവും. അതൊക്കെ മനസ്സിലാവും. കഴിഞ്ഞ മാസം ഇവിടെ സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗ് നടന്നില്ലേ? അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയില്ലേ? എന്നിട്ട് അവിടുത്തെ മത്സരമൊക്കെ കണ്ടോ? ഞാൻ കളിച്ച കണ്ടില്ലേ? ഒറ്റ ഷട്ടിലും എന്റെ ബാറ്റ് കൊണ്ടില്ലല്ലോ. അതാണ് കളി. നിങ്ങൾ കൊള്ളിക്കാൻ എല്ലാവർക്കും പറ്റും. കൊള്ളിക്കാതിരിക്കണല്ലേ. ബോള് ബാറ്റ് കൊള്ളണമെന്ന് വാശി പിടിക്കരുത്. അപ്പൊ ഈ സ്പോർട്സിൽ വൃത്തിക്ക് കളിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ വൃത്തിക്ക് മനസ്സിലാവണ ഒരു ഇവന്റ് ഫുട്ബോൾ മാത്രമേ ഉള്ളൂ? സത്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം മമ്മൂക്കേനെ അടുത്ത പടത്തിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് അഭിനയിക്കാൻ വിളിക്കണമെന്ന് കരുതും. MS ധോണിയുടെ ഒക്കെ ചെയ്ത പോലെ. അപ്പൊ പഠിക്കേണ്ടി വരില്ലേ? റിട്ടയർഡ് ക്രിക്കറ്റുകാരുടെ ആയിരിക്കുള്ളൂ നമ്മൾ വിളിക്കുന്നത്. അവനെ കളിക്കേണ്ടി വരില്ല. ഫ്ലാഷ് ബാക്കിലും എല്ലാം കളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വിളിക്കണമെങ്കിൽ പഠിക്കേണ്ടി വരില്ല? അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ ഭയങ്കര വാള് വരണമല്ലോ വടക്കം വരാതിൽ. എനിക്കൊന്നും പറഞ്ഞിട്ടില്ലോ. ഷോട്ടിൽ നമ്മുടെ അഭിനയിക്കും. അപ്പൊ കളിക്കാൻ അറിയണമെന്നൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. കാരണം ആ സമയത്തൊക്കെ അടിച്ചാൽ പോരെ. ഒരു സിനിമയിൽ കാണിക്കുന്ന അത്രയും ഭാഗം പഠിച്ച പോരെ. ഏറ്റവും മെയ് വഴക്കം വേണ്ട കളി ഏതാണെന്നാ തോന്നിയിട്ടുള്ളത്? മെയ് വഴക്കം വേണോ? അത്രയും കാലമായിട്ട് ഞാൻ അത് അറിഞ്ഞിട്ടില്ല. ഇനി നോക്കണം. പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം. തോപ്പിൽ ജോപ്പൻ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഡാൻസും പാട്ടും ഹ്യൂമറും ഫൈറ്റും ഡയലോഗൊക്കെ ആയിട്ട്. ഇതിൽ ഏത് ചെയ്യാനായിരുന്നു ഏറ്റവും എളുപ്പം? ഞാൻ പറഞ്ഞില്ല, ഡാൻസ് ആണല്ലേ. പിന്നെ ഏറ്റവും പാടെന്തായിരുന്നു? പിന്നെ ബാക്കി എല്ലാം പാടായിരുന്നു. എത്ര വർഷം കണ്ടു ഈ പടം? ഞാൻ ശരിക്കും ഒരു മുഴുവൻ തികച്ച് കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വീട്ടിൽ വരെ കണ്ടുകൊടുത്തപ്പോൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാനൊരു 60% കണ്ടിട്ടുള്ളൂ. അവിടെ വരെ കണ്ടത്. ആ 60% കണ്ടത് വെച്ചിട്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന കുറെ സീക്വൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് എന്റെ സിനിമ കാണുമ്പോൾ എല്ലാം ഇഷ്ടമാവും. എനിക്ക് തന്നെ ഇഷ്ടമല്ല, പിന്നെ ആളുകൾക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാ? എനിക്കെല്ലാം ഇഷ്ടമായി. നെഞ്ചത്ത് കൈ വെച്ച് ഞാൻ പറയാം, എല്ലാം ഇഷ്ടമായി. ചില സീൻസ് ഒക്കെ ഡയറക്ടേഴ്സ് ഓക്കെ പറയെങ്കിലും നമുക്ക് തോന്നില്ലേ കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്നുള്ളത്? എങ്ങനെയെങ്കിലും ഡയറക്ടർ ഓക്കെ പറയണമെന്ന് പറഞ്ഞിരിക്കണ ഞാൻ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആയാൽ മതിയായിരുന്നു. ദൈവമേ, സത്യം. ഓരോ ഓക്കെ ഡയറക്ടർ അല്ല ജോണി. അന്നെ വന്നിട്ട് അതേ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോ കണ്ണടച്ചു, ഇങ്ങോട്ട് നോക്കിയപ്പോ താഴെ നോക്കി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പിടിപ്പിക്കും. അങ്ങനെ ഒരുപാട് എടുത്തിട്ടുണ്ട്. ജോണി ആന്റണിക്ക് മമ്മൂക്കേനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചിട്ട് ഇറങ്ങുന്നുള്ള പ്രതിജ്ഞ ഉണ്ടോ? എല്ലാ സിനിമയിലും ഉണ്ടല്ലേ ഓരോ ഡാൻസ് ചെയ്തു? ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ സമ്മതിക്കണ്ടേ? അതുകൊണ്ട് അതിനുവേണ്ടി ഡാൻസ് വെച്ചതാണ്. ഡാൻസ് ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എല്ലാവർക്കും അറിയാതെ. അതാണ് കാര്യം. പാട്ടിൽ കാണിക്കുന്ന ഡാൻസ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, സത്യമായിട്ട് പറയണേ, ആ ഡാൻസ് സ്റ്റെപ്പ് അറിയാണ്ട് തെറ്റിപ്പോയതാണോ അതോ അങ്ങനെ തെറ്റിച്ച് കാണിച്ചതാണോ? അങ്ങനെ തെറ്റിക്കാണെങ്ങനെ എനിക്ക് തെറ്റൂലല്ലോ. തെറ്റിച്ചതാണ് മനഃപൂർവ്വം. പിന്നല്ലാതെ ഈ കമലഹാസനോടൊക്കെ ഡാൻസ് അറിയാൻ പാടില്ലാത്തതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ അയാൾ കിടന്ന് വെള്ളം കുടിക്കും. അതുപോലെ എന്റെ അവസ്ഥ. ഞാൻ വിചാരിച്ചു എനിക്കത് എളുപ്പമാണ് പറയാൻ പോണേ. എന്തായി പറയുന്നത്? അങ്ങനെ എന്നെ കഷ്ടപ്പെട്ട് ചെയ്തല്ലേ? പിന്നല്ലാതെ നമുക്കൊരു മലയാളി അല്ലാതെ എനിക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? അതുപോലെയാണ് നമ്മൾ. പക്ഷേ ഡാൻസ് കുറച്ചുകൂടെ പഠിക്കായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കലാകാരനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയില്ല, പൂർണ്ണതയുള്ളതല്ലല്ലോ. ഇംപെർഫെക്റ്റ് ആണ് ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ബാക്കി കിടക്കും പഠിക്കാൻ. എന്തൊക്കെ ബാക്കി കിടക്കണ്ട് പഠിക്കാൻ? പിന്നെ എന്തെല്ലാം കിടക്കുന്നു. ഞാൻ കുച്ചിപ്പടിയൊന്നും പഠിച്ചിട്ടില്ല. അല്ല ഡാൻസിലല്ലാതെ ഡാൻസ് അല്ലാതെ എനിക്ക് വയലും വായിക്കാൻ അറിഞ്ഞൂടാ. അങ്ങനെ കുറച്ചുണ്ട്, 1-2 കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സത്യമായിട്ട് പറയണം. മമ്മൂക്കയെ കുറിച്ച് പൊതുവെ ആൾക്കാർ പറയുന്ന ചില ടൈറ്റിൽസ് ആണ്. ഞെട്ടണ്ട കേക്കട്ടെ. ഞാനൊരു ചൂടനാണ്, യെസ് ഓർ നോ. ശാലിനി ഒരു ചൂടിയാണ്. ഞാനല്ല, മമ്മൂക്ക ഒരു ചൂടനാണ്. അങ്ങനെ ആരും പറയില്ല, എനിക്ക് തോന്നുന്നില്ല. പറയൂ. അവനോ ആണോ എന്ന് ഞാൻ പറയില്ല. മഞ്ചരം ചിലപ്പോ ആ ഒരാൾ പർട്ടിക്കുലർ ആൾ കണ്ട സമയത്ത് ഞാൻ ഇത്തിരി ചൂടിലായിരിക്കും എന്ന് ഞാൻ വെറുതെ പറയാ. ഞാനൊരു ചൂടനാണ്. ആയിക്കോ, അതിനിപ്പോ എന്താ? ഞാൻ എന്തൊരു മയത്തിലാണ്, എന്തൊരു സോബറായിട്ടാണ് സംസാരിക്കുന്നത്. ശരി, ഞാൻ ഭയങ്കര സാധനമാണ്. യെസ് ഓർ നോ? എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്റെ കാര്യത്തിലല്ല, എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ എന്റെ ഇന്റർവ്യൂ അല്ല നടത്തുന്നത്. ശരി, എന്റെ വീട്ടിലുള്ള കാറുകളുടെ എണ്ണം 5-ൽ കൂടുതലാണ്. യെസ് ഓർ നോ?
നോ, നമ്മൾ 3 കാറേ ഉള്ളൂ. ഇപ്പോഴുള്ളതാണോ? എൻ്റെ വീട്ടിലുള്ള കാറുകളുടെ എണ്ണം ഉടമസ്ഥതയിലുള്ള ഇതിൽ ഒരെണ്ണം എൻ്റെ അല്ല, 2 മാത്രമേ എൻ്റെ ഉള്ളൂ. ഷാറുഖ് ഖാനും ജൂഹി ചൗളയാണ് ദിൽവാലെ ദുൽഹനിയ ലെ ജായെങ്കിൽ അഭിനയിക്കുന്നത്. യെസ് ഓർ നോ? തോപ്പിൽ ജോപ്പിന് ഏറ്റവും കൂടുതൽ തവണ കണ്ട അതെ, അല്ല അതെനിക്ക് ഞാൻ നോ പറയും. അതിൽ കച്ചവടം അഭിനയിക്കുന്നത് അറിയാം. ഞാൻ പെട്ടെന്ന് വേറെ എന്താ എന്നെ കളിപ്പിക്കാനുള്ള ചോദ്യം ഞാൻ. ശരി, ഞാൻ അഭിനയിച്ച പടങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്റെ ഹോം തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടുള്ളത്. യെസ് ഓർ നോ? നോയാ. ഞാൻ അഭിനയിക്കുന്ന സിനിമ അപ്പോൾ 3-4 ഞാൻ പക്ഷേ ഒരുപാട് സിനിമ കാണും ഹോം തിയേറ്ററിലാ? അവൻ്റെ സത്യം? ഞാനൊരു വർഷം 3-4-5 സിനിമയിൽ അഭിനയിച്ചു. 5 സിനിമ ഞാൻ ഒരു വർഷം കാണുന്നുള്ളൂ. ഞാൻ എങ്ങനെയൊരു 100 സിനിമ കാണും. അത് മാത്രം ഞാൻ നേര് പറയൂല. തോപ്പിൽ ജോബിന് അമ്മച്ചിയെ പേടിയാണല്ലോ. എനിക്ക് പേടിയുള്ളത് ഡാഷാണ്. ആരെ പേടി? എനിക്കും ജോപ്പൻ്റെ അമ്മച്ചിയെ പേടിയാ. പിന്നെ ജോബിന്റെ അമ്മച്ചി എല്ലാരും വിചാരിക്കണ്ടാവില്ലേ നമുക്ക് ആരെങ്കിലും എൻ്റെ അമ്മച്ചി പേടിയുണ്ടാവുമെന്ന്? എനിക്ക് പേടിയില്ല. എനിക്ക് എൻ്റെ അമ്മച്ചി എനിക്ക് സ്നേഹമാണ്. പിന്നെ ആരെ പേടിയില്ല? എനിക്ക് എന്നെ പേടിയാ. ഞാൻ എന്ത് കുഴപ്പമൊപ്പിക്കും എന്നുള്ള പേടിയാ, ടെൻഷൻ എനിക്ക്. തോപ്പിൽ ജോബിന്റെ കുരുത്തക്കേടിനെ കൂട്ടു നിൽക്കുന്ന ഫ്രണ്ട്സ് ആണ്. അതെ, മമ്മൂക്കയുടെയോ? ഞാൻ എല്ലാ ഫ്രണ്ട്സിൻ്റെയും കുരുത്തക്കേട് കൂട്ട് നിൽക്കും. എനിക്ക് കുരുത്തക്കേടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ തോപ്പിൽ ജോപ്പൻ്റെ ഒക്കെ പോലത്തെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്ന ഇപ്പം എങ്ങനെ കറങ്ങലും നടക്കൂലേ. പിന്നെ ആൾക്കാർ ഇപ്പോൾ നമ്മൾ കണ്ടറിയാം, കുരുത്തക്കേട് കാണിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ട്. എന്ത് കുരുത്തക്കേടാ കാണിച്ചിട്ടുള്ള? നമ്മുടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതായത് തോപ്പിൽ ജോപ്പിന് മാത്രമേ ഉള്ളൂ കുരുത്തക്കേട്, മമ്മൂക്കയ്ക്ക് ഇല്ലാന്ന്? എന്നില്ല, നമ്മൾ എല്ലാവർക്കും കുരുത്തക്കേടില്ല. ഈ കാണുന്ന ആളാരെ ഇരിക്കുന്നത് എന്ത് കുരുത്തക്കേട് കഴിച്ച ആളാന്ന് പറഞ്ഞു ചോദിച്ചു. ശാലിനിയുടെ കുരുത്തക്കേടുകൾ എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ ഉണ്ട്. ഞാൻ എന്ത് മാന്യമായിട്ടാണ് ഇവിടെ ഇരിക്കണല്ലേ. പിന്നെ മസിൽ പിടിച്ച് നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. യെസ് ഓർ നോ? എനിക്കിഷ്ടമാണ്. മസിലുണ്ട് കുറച്ചിപ്പോ. ഒരു യെസ് എങ്കിലും കിട്ടി. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നുണ പറയും. യെസ് ഓർ നോ? നോ, ഞാൻ നുണ പറയേയില്ല. അതായത് ഞാൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് നുണയാണ്. യെസ് ഓർ നോ? അങ്ങനെ ഞാൻ പറയണ അങ്ങനെ ഒറ്റ ചോദ്യം എന്ന് പറഞ്ഞാൽ അവസാനം ഒരു ചോദ്യം കഴിഞ്ഞ് പിന്നെയും ചോദിക്കുന്നു. എന്നാ ഞാൻ നുണ പറയും. എന്നാ ഒരു പ്രാവശ്യം ഒരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. ചോദ്യം ചോദിച്ചു, ഞാൻ അതിലൊരു മറുപടി പറഞ്ഞു. പിന്നെയും ചോദിക്കുന്നത് ശരിയാണോ? പെണ്ണുങ്ങളായ ഒരു വാക്കേ പാടുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കട്ടെ. കേൾക്കുന്നവർക്ക് ഇഷ്ടമുള്ള പോലെ അവരെടുത്തോളും. നമ്മൾ ബേജാറാവണ്ട. എന്നാ പിന്നെ ഞാൻ നിർത്തി. ചില ആക്ടേഴ്സ് പറയും ഞാൻ സംവിധായകന്റെ ഡയറക്ടേഴ്സ് ആക്ടർ ആണെന്നൊക്കെ പറയും. നമുക്ക് അങ്ങനെയാണോ? ഡയറക്ടേഴ്സ് ആക്ടർ അങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് സംവിധായകന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ ഡയറക്ടേഴ്സ് ഡിലൈറ്റ് അങ്ങനെ പറയുമല്ലോ. ഡയറക്ടർ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യുന്ന നടന്മാർ, അതായിരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശിക്കുന്നത്. ഡയറക്ടർ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു കഥാപാത്രത്തിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഡയറക്ടേഴ്സ് ആക്ടർ. പിന്നെ ഒരു കഥാപാത്രത്തിനപ്പുറത്തേക്ക് അതിൻ്റെ ലിമിറ്റിനപ്പുറത്തേക്ക് അതിൻ്റെ ആ ചട്ടക്കൂടിനകത്ത് തന്നെ അഭിനയിക്കുന്ന നടന്മാരുണ്ട്. കുറച്ചുകൂടെ അതിനെ കടത്തിവിട്ടുന്ന നടന്മാരുണ്ട്. അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ ജോണി ആന്റണിയുടെ കൂടെ ഹ്യൂമർ ചെയ്യാനായിട്ട് പുള്ളിക്കും ആ ഒരു ഹ്യൂമർ സെൻസ് ഉള്ളതുകൊണ്ടാണ് പറ്റണെന്നുള്ളത്. ഏത് സംവിധായകർ വന്നാലും അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പടം ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ഓക്കെയാണ്. അതോ പെർട്ടിക്കുലർ സംവിധായകർ വന്നാൽ ഇന്നത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അങ്ങനെയാണ്? അപ്പൊ ജോണിയുടെ കാര്യത്തിൽ ഇപ്പൊ 4 പടം അതൊക്കെ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവർ ചെയ്യുന്ന പടം നിങ്ങൾ ഇങ്ങനെ പടം ചെയ്യും, മറ്റൊരാളെ പടം ചെയ്യട്ടെ, നിങ്ങൾ ഈ പടം ചെയ്യും, അങ്ങനെയൊന്നും പറയാനൊക്കെ ചൂസ് ചെയ്യാലോ. വരുന്നതിലല്ലേ നമുക്ക് നമ്മുടെ എക്സൈറ്റ് ചെയ്യിക്കുന്നതോ നമ്മളെ കുറച്ചുകൂടെ നമുക്ക് ധൈര്യം തരുന്നതോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നതോ ഉള്ള പടങ്ങളാണ് ചെയ്യുന്നത്. ചിലതൊക്കെ ശരിയാവൂല, ചിലതൊക്കെ ശരിയാവും. ഞാൻ കേട്ടിട്ടുണ്ട് പല ആക്ടേഴ്സും പറയണ കേട്ടോ, ലീഡ് ആക്ടേഴ്സ് പറയണ ഒരു ഡേറ്റ് കൊടുക്കണമെങ്കിൽ ഇന്നിപ്പോ ഒരു കഥ പറയുകയാണെങ്കിൽ ഒരു 2-3 വർഷത്തേക്കൊക്കെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് എത്ര നാൾ മുന്നേ എന്ന് പറഞ്ഞത്? ഇതിപ്പോ നമ്മളിപ്പോ ഒരാളോട് ഒരു പടത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞു. അപ്പൊ അഭിനയം ഇപ്പൊ അടുത്ത ആഴ്ച മുതൽ തുടങ്ങാണ്. അപ്പൊ വേറൊരാൾ സ്ക്രിപ്റ്റുമായിട്ട് വന്നു. അത് നല്ല സ്ക്രിപ്റ്റാണ്. മറ്റേ മാറി നിന്നിട്ട് ഇയാളോട് എടുക്കാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത്രേ ഉള്ളൂ. അപ്പൊ മോറൽ ഓഫ് സ്റ്റോറി എന്താ? മോറൽ ഓഫ് സ്റ്റോറി മനസ്സിലായില്ലേ? പോട്ടെ, ഞാൻ പൊട്ടനായി. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. ശരി. ഈ സ്ക്രിപ്റ്റിൽ ഇപ്പൊ ജോണി ആന്റണി ആണെങ്കിലും ഇതിന്റെ എഴുത്തുകാരൻ നിഷാദ് ആണെങ്കിലും ഈ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോ എന്തായാലും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തേ എന്റെ കവർ. നല്ല ഭംഗിയുള്ള കവറായിരുന്നു. നല്ല സ്വർണ്ണം പൊതിഞ്ഞ് നല്ല ടിപ്പാക്കി, ഒരിക്കലും തുറന്നു നോക്കരുത് എന്ന് ആഗ്രഹിച്ച് നല്ല മനോഹരമായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് ബൗണ്ട് സ്ക്രിപ്റ്റാണ് കൊണ്ടുവന്നത്. അപ്പം എനിക്കത് ആണ് ഏറ്റവും അട്രാക്ട് ചെയ്തത്. ഈ നിമിഷം വരെ തുറന്നിട്ടില്ല? ഇതുവരെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അത് മോളിരിപ്പുണ്ട്, എടുത്തോണ്ട് വരണോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ. മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഡാൻസിന്റെ സീക്വൻസ്. എനിക്കറിയാവുന്ന കുറച്ചുകൂടെ ധൈര്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അങ്ങനെയാണല്ലോ, അതെനിക്ക് തകർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എടുത്തു. അത് ഞാൻ തകർക്കാൻ ചെയ്തു. ന്യൂ ജനറേഷൻ സിനിമകൾ വന്നതിന് ശേഷം പൊതുവേ പറയുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു, സീനിയർ താരങ്ങളെയൊന്നും ഇപ്പൊ സിനിമയിൽ അധികം കാണുന്നില്ല, ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അമ്മമാരും അച്ഛന്മാരും ഇല്ലേ എന്ന് മുതിർന്ന താരങ്ങളൊക്കെ കംപ്ലൈന്റ് പറയണ്ടായിരുന്നു. പക്ഷെ തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് അറിയാം അങ്ങനത്തെ ആ കംപ്ലൈന്റ് ഒന്നും കാണില്ല. കാരണം ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ചില താരങ്ങൾ ഈ സിനിമയിലൂടെ റീ എൻട്രിയും കൂടി നടത്തിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ സന്തോഷം വന്നൊരു കാര്യം, കുറേ നാൾക്ക് ശേഷമാണ് ഹരിശ്രീ അശോകനെ കാണുന്നത്, കവിയൂർ പൊന്നമ്മയെ കാണുന്നത്, അങ്ങനെ കുറെ നല്ല നല്ല ആർട്ടിസ്റ്റുകളെ കാണുന്നത്. നമ്മളെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് പറ്റിയ അമ്മമാരല്ലേ ഇവര്. കൊച്ചുകുട്ടികൾക്കൊക്കെ ചെറിയ പ്രായം കുറഞ്ഞ അമ്മമാരെ കാണും. അതുകൊണ്ടായിരിക്കും ഈ പൊന്നമ്മ ചേച്ചിക്ക് കാര്യമായിട്ട് വിളിക്കാത്തത്. മമ്മൂക്കയുടെ സിനിമയിൽ താരങ്ങള് ഇന്ന ആൾക്കാർ വന്നാൽ നന്നായിരിക്കും എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യോ? പിന്നെ ഞാൻ എന്റെ കാര്യത്തിന്റെ ഞാൻ നിർബന്ധമായിട്ട് ഞാൻ തന്നെ വേണമെന്ന് പറയും. ഞാൻ കഴിഞ്ഞിട്ട് ആരും വേണമല്ലോ ആയിക്കോട്ടെ.
എൻ്റെ കാര്യത്തിൽ ഞാൻ ഏതായാലും വേണമെന്ന് ഞാൻ തീരുമാനിക്കും. വേറെ ആരെയും ആ റോളിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. ബാക്കിയുള്ള റോളിലേക്കോ? ബാക്കി ആരെങ്കിലും അഭിനയിക്കട്ടെ, ആവശ്യക്കാർ. സജസ്റ്റ് ചെയ്യാലോ. ഈ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ കൂടി ഇരിക്കുമ്പോൾ പലരുടെയും പേര് പറയും. അവരാരെങ്കിലും ഒക്കെ ആയിരിക്കും അവർ കിട്ടുന്ന. ഇപ്പം നമ്മൾ ഒരാളെ വേണമെന്ന് പറഞ്ഞ ആളെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന ആൾക്കാരെ വെച്ച് അഭിനയിപ്പിക്കുക. അത് തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ടർ ജോജു ജോർജ് സ്പോട്ട്ലൈറ്റിൽ ഇതിന് മുന്നേ വന്നപ്പോൾ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ റോളൊക്കെ ചെയ്തിരുന്ന സമയത്ത് മമ്മൂക്കയുടെ ഒരു ഗുഡ് മോർണിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മുന്നിൽ കൂടെ ഒക്കെ നടന്നൊക്കെ പോകുമായിരുന്നു എന്ന്. പക്ഷെ അതേ മമ്മൂക്കയാണ് ജോജു ജോർജിനെ രാജാതിരാജയിൽ സജസ്റ്റ് ചെയ്തേന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും അങ്ങനത്തെ കുഞ്ഞു റോൾസ് ചെയ്യുന്നവരൊക്കെ. എല്ലാ റോളും ഞാൻ എല്ലാ ആൾക്കാരെയും നോക്കും. ഞാൻ എല്ലാവരും എനിക്കറിയാം. പേര് ഓർമ്മയുള്ള ആളാണ് ഞാൻ എല്ലാവരുടെയും. അത് ഇന്നല്ല, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഉള്ള കൊച്ചു കൊച്ചു റോൾ അഭിനയിച്ച ആൾക്കാരെ കൂടെ പോലും എനിക്കറിയാം. എല്ലാവരും പേരും അവരൊക്കെ അന്വേഷിക്കും അവരെ പറ്റി. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ മിക്കവരും പറഞ്ഞിട്ടുള്ളത് മമ്മൂക്ക ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ പിന്നീട് മമ്മൂക്ക പറഞ്ഞിട്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറയുമ്പോഴാണ് അത്ര അവർക്ക് സർപ്രൈസ് ആവണേ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുമെന്ന് ചോദിക്കണം ഇങ്ങനെ. അല്ല, ഈ ആ റോളിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഒരാൾ അങ്ങനെയൊക്കെ പറയാം. ചിലപ്പോൾ അത് പല കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ നമ്മളൊരാളെ പേര് പറഞ്ഞിട്ട് അയാളെ കിട്ടിയില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായി. തോപ്പിൽ ജോപ്പനിലോ? ഒരു റോളിന് ഒരാളെ നമ്മൾ അന്വേഷിച്ചിട്ട് അയാളെ കിട്ടിയില്ല. അയാൾ എന്തോ രാവിലെ വരാന്നോട് വന്നില്ല. പകരാളെ വെച്ചു. അല്ല, നമ്മൾ ഒരു പുതിയ ആളെ അന്വേഷിച്ചത്. പുതിയ ആൾക്ക് തന്നെ വരാൻ പറ്റില്ല. പിന്നെ വേറെ ആളെ അന്വേഷിച്ചു. ഈ സിനിമയിലും തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലും ഇതുപോലെ തന്നെ മമ്മൂക്ക സജസ്റ്റ് ചെയ്തിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്? ഏതൊക്കെ റോളിൽ ആരൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ലിസ്റ്റ് എടുക്കാൻ വന്നാണ്. അപ്പൊ കുറെ പേരുണ്ട് ചുരുക്കത്തില്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ മറ്റൊരാളെ ഉദ്ദേശിച്ചിട്ട് റോളിലല്ല, ആരെയും തീരുമാനിക്കുന്നതിന് മുമ്പുള്ള സംസാരം ഉണ്ടാവും. ഇത് റോൾ ആർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരാളുണ്ട്, ഇയാളുടെ നോക്കാം, മറ്റേ നോക്കാം, ഇയാളെ നോക്കാം, അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഞാനും കൂടെ ഇരിക്കണ്ടാവും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ഈ അയാൾ മതി, അയാൾ എങ്ങനെ ഉണ്ടാവും, അയാൾ കുഴപ്പമില്ലാന്ന് പറയാം നമുക്ക് ഒരാളെ പറ്റി. അപ്പോൾ വേറെ ഒരാളെ വെച്ച റോളിനെ അയാളെ മാറ്റിയിട്ട് ഇയാളെ വെക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അയാൾ നേരത്തെ വെച്ചു പോയിട്ട് ആൾ അയാൾ തന്നെ. ഹീറോയിൻസിനൊക്കെ സജസ്റ്റ് ചെയ്യോ? ഹീറോയിൻസൊക്കെ സജസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സഹായിക്കുന്ന കാര്യമുണ്ടോ? ഞാൻ എന്താ ഈ പറയുന്നത്? നമുക്ക് എന്തോരം പേര് സജസ്റ്റ് ചെയ്യാൻ അവരാരെങ്കിലും വരുമോ? പിന്നെ എന്തായാലും വരൂലേ. അവർക്കൊക്കെ ഓരോരോ പണിയായിട്ട് പോകില്ലേ. ഈ സിനിമയുടെ മ്യൂസിക്കിൽ മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഞാനാണ് വയലിൻ വായിച്ചത്, പിന്നെ ഹാർമോണിയം ഞാൻ വായിച്ചു. 2 പാട്ട് കൂടി പാടായിരുന്നില്ലേ? ഈ സിനിമയിൽ മമ്മൂക്കയ്ക്കും കൂടി പാടിക്കൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ പാടുവോ? പാടിക്കൂടെ എന്നാലും ചോദിച്ചില്ല. ചോദിച്ചാ പാടുവോ? ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പാടിപ്പോയി. ഇഷ്ടാണ്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത് വെറുതെ? ഇത് കേട്ടിട്ട് അടുത്ത സിനിമയിൽ ആരെങ്കിലും പാടിച്ചാലോ? അതാണ്ടാ പറയാത്തത്. അല്ല, അങ്ങനെ ഒരു ചാൻസ് എന്താ പാടും? ഇപ്പൊ എല്ലാ ആക്ടേഴ്സും പാടണ്ടല്ലോ. അങ്ങനെ നമ്മൾ പാടിയാൽ അത് ദാസേട്ടന് ഇഷ്ടാവില്ല, പുള്ളിക്ക് വിഷമാവും. അതുകൊണ്ട് ഞങ്ങളെ നല്ല അടുപ്പത്തിലായിരിക്കണം. നശിപ്പിക്കണില്ല. പുള്ളിക്ക് അത് വിഷമാവും. വേണ്ടെന്നേ, അത് വേണ്ട. നമ്മളത് ശരിയാവില്ല. വെറുതെ എന്തിനാ ഡാൻസിൽ മാത്രം ഒതുങ്ങിയിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെർഫെക്റ്റ് ആയിട്ട് വേണം. ഇനിയിപ്പോ നമ്മൾ കുച്ചിപ്പിടി പ്രാക്ടീസ് ചെയ്യണം. ഉടനെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഒന്നിറങ്ങിയതാണ്, ഇനി ഒന്നുകൂടെ ഇറങ്ങിയായിരുന്നു. ഇപ്പൊ മലയാള സിനിമയിലാണെങ്കിലും എല്ലാവരും സംവിധാന മേഖലയിലേക്ക് കടക്കാണ്ടോ? പൃഥ്വിരാജൊക്കെ അതുപോലെ നമുക്ക് ഇഷ്ടമാണോ ചെയ്യാനായിട്ട്, സംവിധാനം ചെയ്യണമെന്നൊക്കെ? പക്ഷെ ആരും ഈ പ്രൊഡ്യൂസർമാരെ സമ്മതിക്കില്ലെന്നേ. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതിന് മുന്നേ സംവിധാനം ചെയ്യാൻ? ഞാൻ പലരോടും ചോദിച്ചിട്ട്, പക്ഷെ ആരും സമ്മതിച്ചിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇതെല്ലാം നല്ല സുഖം. ഇതാ വെറുതെ മറ്റേത് ഭയങ്കര പണിയാ സംവിധാനം ചെയ്യുന്നത്. കാലത്ത് എല്ലാം ചെല്ലണ്ടേ? നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോയാൽ പോരെ. ഇത് കാലത്തെ പുള്ളി ആൾക്കാരെ വിളിച്ചണിപ്പിച്ച് എല്ലായിടത്തും കൊണ്ടുപോകണ്ടേ. കൂടുതൽ ടെൻഷനുള്ള ജോലിയാണോ അപ്പൊ സംവിധായകനാവ പറയണേ? പിന്നെ സംവിധാനം വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ. ഇത് ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് എടുക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് അങ്ങനെയല്ലാതാകാം. അപ്പൊ ഇഷ്ടമാണോ സംവിധാനം ചെയ്യാനില്ല? എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ എടുക്കുന്നു? എന്തൊക്കെ പണി അപ്പൊ സിനിമയിൽ എടുക്കാനാണ് താല്പര്യം? ആക്ടിങ് ഇഷ്ടമാണ്, നിർമ്മാണം ഇഷ്ടമാണ്. നിർമ്മാണം അത്ര ഇഷ്ടമൊന്നുമില്ല. മമ്മൂക്ക ഒരു സിനിമ നിർമ്മിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക? അതിന്റെ കഥ നോക്കും, ഞാൻ ഉണ്ടോ നോക്കും. ആഹാ, അല്ലെങ്കിൽ നിർമ്മിക്കില്ലേ? സിനിമ നിർമ്മിക്കാനായിട്ട് സിനിമയ്ക്ക് നല്ല കഥ വേണം, നമ്മൾ നല്ല കഥയും തീരുമാനിച്ചുകൊണ്ട് കാര്യമാണോന്നില്ലല്ലോ. ഇതെല്ലാം ഒരാളുടെ അല്ലെങ്കിൽ കുറച്ച് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായങ്ങളാണ് സിനിമയിൽ കൂടുതലും വരുന്നത്. അതായത് കുറെ സംവിധായകർ, എഴുത്തുകാർ എല്ലാവരും കൂടെ ചേർന്ന് ആലോചിക്കുന്നതാണ്. പക്ഷെ ഒരു ബഹുഭൂരിപക്ഷം ഇത് കാണുന്നത് അല്ലേ. അത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴേ സിനിമ വിജയമാവുള്ളൂ. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളോട് കാണുന്ന ആൾക്കാർക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ നമ്മുടെ പണി പൂട്ടിയില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ നിർമ്മാണ രംഗത്തേക്കും ഒന്നും ഇങ്ങനെ കാര്യമായിട്ട് ഇറങ്ങാത്തത്. അഭിനയാണ് വഴങ്ങണല്ല, അഭിനയം പിന്നെ എളുപ്പമല്ല, എന്നാലും അഭിനയം മതി. അഭിനയം നല്ല. മമ്മൂക്കനെ എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഫാഷൻ ഐക്കണാന്ന് എല്ലാവരും പറയും. ഞാൻ സ്പോട്ട്ലൈറ്റിൽ ഇപ്പോൾ ഉള്ള നടന്മാരോട് വരെ ചോദിക്കുമ്പോൾ, ഫാഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉടനെ അവർ പറയണത് മമ്മൂക്കയാണെന്ന് എപ്പോഴും പറയും. കുറെ പേരുണ്ട് കേട്ടോ. ശരിക്കും ഇത് എവിടെ ഈ ഫാഷനിൽ ഇത്ര അപ്ഡേറ്റഡ് ആണ്? ഞാൻ കാര്യമായിട്ട് ചോദിച്ചു. നമുക്ക് ഫാഷൻ അപ്ഡേറ്റ് കിട്ടണം. തോപ്പിൽ ജോപ്പൻ ജുബ്ബ ചുടുക്കാണ്ട് നടക്കുന്ന ആളാ. ഒരു ജുബ്ബ ഒരു സീനിലുള്ള ഒരു എപ്പിസോഡേ ഉള്ളൂ ജുബ്ബ. മതിയല്ലോ. ഇപ്പൊ ഇത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴും നല്ല സ്റ്റൈലായിട്ടാണല്ലോ ഇരിക്കണം. ഒന്നും ചുളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നാള് വന്നപ്പോഴും ഇതുപോലെ തന്നെ നല്ല സ്റ്റൈലൻ ഷർട്ട് ഇട്ടിട്ടായിരിക്കണ്ടായിരുന്നു, നീല കളർ. അതൊക്കെ ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ എന്താ ചോദിച്ചത്, ഈ താടി പൊളിയ സ്റ്റൈലാണോ, ഇത് അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെയാ. എപ്പൊ കാണുമ്പോഴും നമുക്ക് ഓരോ സ്റ്റൈലില്ല. ഇതൊക്കെ എവിടുന്ന് ഈ പഠിക്കണേ എടുക്കണേ ഫാഷൻ? ഇല്ല, ഞാൻ ആരോടും പറയില്ല, സത്യമായിട്ടും പറയില്ല. ഞാൻ മറ്റേ കായ ടോസ്റ്റിന്റെ കാര്യം പറഞ്ഞ് കംപ്ലീറ്റ് എല്ലാവരോടും പറഞ്ഞു. ഞാനോ? പിന്നെ ഇന്റർനാഷണൽ ഫാഷൻ ആണോ? ഫാഷൻ എന്ത് ഫാഷനായി പറഞ്ഞു. ഞാൻ താണ്ട ഒരു മുണ്ട് കൊടുത്തിരിക്കുന്നു, ഒരു പഴയ മോഡൽ സൈഡ് കീറിയ ഒരു ഷർട്ട് ഇട്ടിരിക്കുന്നു.
സൈഡ് കീറിയ ഷർട്ടോ. ഈ സൈഡ് വെട്ടി കട്ടല്ലേ ഇട്ടിരിക്കുന്നത്. ഏതെങ്കിലും അവാർഡ് നൈറ്റിന്റെ ഒക്കെ മമ്മൂക്കെ കാണുമ്പോൾ എന്തൊരു സ്റ്റൈല എല്ലാ മാഗസീന്റെയും ഫ്രണ്ട് പേജിലുണ്ടാവും. ഫാഷനൊക്കെ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഷർട്ട് മുണ്ടൊക്കെ എടുത്തിടുന്നേ മാത്രമേ ഉള്ളൂ. അത് ഫാഷനാണോ എന്ന് നോക്കാറില്ല. ഉണ്ട്, ഞാൻ അവിടെ ഒന്ന് ഒത്തിരി കണ്ടില്ല. അല്ലാതെ ഇന്റർനാഷണൽ ഫാഷൻ അതൊന്നും ഫോളോ ചെയ്യൊന്നുമില്ല. ഇന്റർനാഷണൽ ഫാഷനെ കിട്ടണ നടന്ന ആൾക്കാർ പോവും. എന്നാലും എല്ലാരും പറയണതല്ലേ ഫാഷൻ ആണെങ്കിൽ മമ്മൂക്കനെ കണ്ടു പഠിക്കണം എന്നൊക്കെ. സന്തോഷം. അപ്പൊ എല്ലാം സ്വന്തം ഐഡിയ, അപ്പന ഐഡിയ അപ്പന ഐഡിയ. നമുക്ക് തൈകടയൊന്നുമില്ല, പറഞ്ഞ് തയ്പ്പിക്കാലോ. അങ്ങനെയൊക്കെ ആണ് തയ്ച്ചാലും. സ്വന്തമായിട്ട് ഫാഷൻ സ്റ്റൈലിസ്റ്റ് ഒക്കെ ഉണ്ടോ? സിനിമയ്ക്ക് അതിന്റെ സിനിമയുടെ ആൾക്കാരാണ്. അല്ലാതെ സ്റ്റൈൽ ചെയ്യാനായിട്ട് അവാർഡ് നൈറ്റിനൊക്കെ പോകുമ്പോ ഉണ്ടോ? സത്യം പറയണോ? എന്ത് ചിരിക്കണേ? നോണ പറയരുത്, സത്യം പറയണോ? ഞാൻ പറഞ്ഞില്ല ഞാൻ പറയില്ലെന്ന്. അതുകൊണ്ട് ഇല്ല. സ്റ്റൈലിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അവാർഡ് നൈറ്റിൽ പോകുമ്പോൾ എൻ്റെ സ്വന്തം ഉടുപ്പാണ് കാണുന്നത്. സ്റ്റൈലിസ്റ്റുകൾ സാധാരണ ഈ ഡിസൈനർ ക്ലോത്ത് അല്ലേ, ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അല്ല അപ്പന ഐഡിയ. അപ്പന ഐഡിയ. സിനിമയിലൊക്കെയോ കോസ്റ്റ്യൂം ഒക്കെ? സിനിമയിൽ ഒരു നല്ല പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. ഈ സിനിമയിലെ കോസ്റ്റ്യൂമും ഒക്കെ ഒരു വൈറ്റ് ബേസിലല്ലേ, എല്ലാം പുള്ളിക്കുത്തുള്ളായിരുന്നു. നമുക്ക് സജസ്റ്റ് ചെയ്യൊന്നുമില്ല ഈ കോസ്റ്റ്യൂം ഇങ്ങനെ ഷർട്ട് വേണമെന്നുള്ളത്. ഞാൻ ഇത്തരം കാവി എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഉണ്ടായി പടത്തി കൊടുത്തിരിക്കുന്നു. എവിടുന്ന് അതൊക്കെ പർച്ചേസ് ചെയ്യണേ? കൊച്ചിന്ന് പർച്ചേസ് ചെയ്യോ? ആരാ കടയിൽ പോയി സാധനം വാങ്ങിക്കുക? നമുക്ക് ഒറ്റയ്ക്ക് പോവോ? ഞാൻ ആരെങ്കിലും കൂടി പോകും. അപ്പൊ ആൾക്കാർ തിരിച്ചറിയുക ചെയ്യില്ലേ? തിരിച്ചറിഞ്ഞില്ല, എനിക്ക് നാണക്കേടില്ലേ? ശരിയാണല്ലോ അല്ലേ. കൊച്ചിയിലൊക്കെ പോവോ? മോൾസിലൊക്കെ പോവോ? ഇല്ല അല്ലേ? കൊച്ചിയിലൊക്കെ പോകും. കൊച്ചിയിലെ മിക്കവാറും താമസിക്കുന്ന കൊച്ചിയിലാണ്. മോൾസിൽ പോകല്ലോ. കൊച്ചിയിലെ എല്ലാ മോളിലും പോയിട്ടില്ല. അപ്പൊ ആ മോളിൽ പോയിട്ടാണോ ഉടുപ്പൊക്കെ വാങ്ങിക്കുക? അതോ ഓൺലൈനാണോ? ഓൺലൈനൊന്നും വാങ്ങിക്കാറ്. ഓൺലൈൻ എന്തിനാ വാങ്ങിക്കുന്നത്? ഓൺലൈൻ പാകമില്ല, എന്ത് ചെയ്യും? ശരിയാ, വലിയ പോയിന്റ്. അതായത് നമ്മള് സാധാരണ ആൾക്കാർ സെലിബ്രിറ്റീസിനെ ഫാഷന്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുമല്ലോ, അതുപോലെ മമ്മൂക്ക ഏതെങ്കിലും ഇന്റർനാഷണൽ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? അവരുടെ ഫാഷൻ കാണുമ്പോ കൊള്ളാം, എനിക്കും കൂടി എന്നാ നോക്കാം എന്നൊക്കെ. എനിക്ക് പക്ഷെ അങ്ങനെ വലിയ ആൾക്കാർ ഫാഷൻ സെലിബ്രിറ്റീസിനൊന്നും വലിയ പിടിയുള്ള ആളല്ല. ഹോളിവുഡിലൊന്നും നോക്കൂല? ഹോളിവുഡ് സിനിമയിൽ വല്ല ഫാഷൻ നിങ്ങൾ കണ്ട എല്ലാവരും ഒരുപോലത്തെ ഷർട്ട് പോകും. നമ്മുടെ കൂട്ട് കളർഫുൾ അല്ലല്ലോ അവർ. നമ്മളല്ലേ ഒരുപാട് കൂടുതൽ കളർ ഇടുന്നത്. ലണ്ടനിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സൂട്ടിന് 3 കളർ അല്ല 4 കളർ. അവരല്ലാത്ത വല്ല ബീച്ച് ഡ്രസ്. നമ്മളൊക്കെ നമ്മുടെ ഈ ട്രോപ്പിക്കൽ ഏരിയയിലുള്ള ആൾക്കാർ നമുക്ക് കുറച്ചുകൂടെ ലൈറ്ററും സൂട്ടൊന്നും ഇട്ട് നടക്കില്ല. അപ്പോൾ കുറച്ചുകൂടെ കളറ് നമ്മളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സൂട്ടൊക്കെ വിട്ടിട്ട് ഇവിടെ റോട്ടിൽ നടക്കാൻ പറ്റും. അവിടെ പക്ഷേ എല്ലാവരും രാവിലെ കഴിഞ്ഞിട്ട് സൂട്ടിട്ടല്ലേ നടക്കുന്നത്. നിങ്ങളാരും സൂട്ടിട്ടില്ല. നിങ്ങളെ പോലെ ആൾക്കാരൊക്കെ അവിടെ സൂട്ടിട്ടായിരിക്കും വരുന്നത്. എന്തുകൊണ്ട് സൂട്ടിട്ടില്ല? പറയൂ, ടെൽ മീ. നല്ല ചോദ്യം. സിനിമാ രംഗത്തുള്ള സീനിയർ ആയിട്ടുള്ള സംവിധായകരും ആക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ അഭിപ്രായമൊക്കെ പറയുമല്ലോ. അപ്പൊ മമ്മൂക്കയെ കുറിച്ച് ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യോ? ഇതൊക്കെ എന്തല്ലേ. IV ശശി സാർ പറഞ്ഞു മൃഗയ എന്ന് പറഞ്ഞ സിനിമയില് അധികം മെരുങ്ങാത്ത പുലിയുടെ കൂടെയാണ് മമ്മൂക്ക ഡ്യൂപ്പില്ലാണ്ട് അഭിനയിച്ചെന്നൊക്കെ. ശരിക്കും പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഒരു പുലിയല്ല, ആ പടത്തിൽ 2 പുലിയുണ്ട്. ഒരു പുലിയല്ല, അതിനകത്ത് 2 പുലി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ മെരുങ്ങാത്ത പുലിയായിരുന്നു? അല്ല, പുലികൾ രണ്ടും മെരുങ്ങിയത് തന്നെയാണ്. കാരണം ആ പുലി ആൾക്കാരോട്ടൊക്കെ മെരുങ്ങുന്ന പുലിയാണ്. വെച്ചാൽ അതിനൊക്കെ കൺട്രോൾ ഉണ്ടാവും. നമ്മളങ്ങനെ പുലി വന്ന് പുലിയെടുത്ത് മലയാളം പറഞ്ഞ് നടക്കൂലല്ലോ. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടാണ് പുലിയായിട്ട് നമ്മൾ പിടിക്കുന്നത്. പേടിയൊന്നുണ്ടായിരുന്നില്ല? പേടിയൊക്കെ ഉണ്ടായിരുന്നു. പുലിയല്ലേ, പുലിക്ക് എന്തോ മമ്മൂട്ടി. പുലിക്കറിയില്ലല്ലോ മമ്മൂട്ടിയാണ്. പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, ആളുണ്ട്. അങ്ങനെ പുല്ല് നമ്മളെ പിടിച്ചാലും പിടിച്ചു മാറ്റാൻ ആളുണ്ടാവും. അതിന്റെ റിസ്ക് എടുത്ത് ചെയ്ത വേറെ സിനിമകൾ ഏതാണ്? അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടോ? പുലിനെ എനിക്ക് പരിചയമില്ല. അതിന് കുതിരപ്പുറത്ത് നിൽക്കാൻ ടെൻഷൻ ഉണ്ടായിട്ട് കുതിര എങ്ങനെ പിടിച്ച് അങ്ങനെ കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോകാൻ പറ്റും. പുലിപ്പുറത്ത് കയറി ഒഴിച്ചോളാം ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടില്ല. പിന്നെ ഒരു തെലുങ്ക് എനിക്ക് പാമ്പിനെയൊക്കെ പേടിയാണ്, ഭയങ്കര പേടിയാണ്. പാമ്പിനെയോ? അയ്യോ, പാമ്പുള്ള സിനിമയിലൊന്നും ഞാൻ ഏരിയ പോകില്ല. അങ്ങനെയാണെങ്കിൽ പരമശിവന്റെ ഒക്കെ ആ റോളൊന്നും നമുക്ക് റോളൊക്കെ നല്ലതാണ്, പക്ഷെ അതിനെന്തെങ്കിലും വേറെ സംവിധാനം നോക്കണം. അപ്പൊ പാമ്പായിട്ടുള്ള സംഘടന രംഗമൊക്കെ ഒന്നും ചെയ്യൂല? ഞാൻ പറഞ്ഞ ഒരു പൈത്തമായിട്ടുള്ള ഒരു സീൻ എന്റെ മുകളിൽ കൂടെ പാമ്പ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ തെലുങ്ക് കൂടെ അഭിനയിച്ച അവിടെ ഉണ്ടായിരുന്നത് സാധനം ഞാൻ കണ്ടില്ല. അതാണ് എന്നെ കാണിച്ചില്ല ഇത് മുകളിൽ കൂടെ പോയത്. ഈ അടുത്ത് അങ്ങനെ ഏതെങ്കിലും ചെയ്ത സിനിമകളിൽ ഇത് ഇത്രയും ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ റിസ്ക് എടുത്തിട്ടോ വല്ല ചെയ്ത സീൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇതിലുണ്ടായിരുന്നോ? തോപ്പിൽ ചോപ്പനിൽ അങ്ങനത്തെ സീനൊന്നുമില്ല. ഈസി ആയിട്ട് ചെയ്ത റോളാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോപ്പിൽ ചോപ്പനില്ല. ഈസി ആയിട്ട് എൻജോയ് ചെയ്ത റോളാണ്. കോടതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതെ എന്ന് പറ. അപ്പോൾ തോപ്പിൽ ചോപ്പൻ വളരെ ഈസി ആയിട്ട് സന്തോഷമായിട്ട് ചെയ്ത റോളാണ് അല്ലേ, റോളാണ് അല്ലേ. അങ്ങനെ ഒരു വക്കീലിനോടല്ലേ സംസാരിക്കണേ? വക്കീലിനോടല്ല, വക്കീലാണ് സംസാരിക്കുന്നത്. ശരി, ചില വാക്കുകൾ പറയും. ആ വാക്കുകൾ പറയുമ്പോ എന്താദ്യം മനസ്സിൽ തോന്നണേന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇത് ചോദിച്ചിരുന്നു. നല്ല ഓർമ്മയാണല്ലേ. ശരി, ഇത് വേറെ വാക്കുകളാ. നമ്പർ 1 സ്റ്റൈൽ എന്ന് പറയുമ്പോ എന്താ ഓർമ്മ പറഞ്ഞേ? സ്റ്റൈൽ രജനീകാന്തല്ല, സ്റ്റൈൽ മന്നൻ. ടെൻഷൻ എന്ന് പറയുമ്പോഴോ? ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ചൊരു മുഖം ഓർക്കണമെന്നില്ല. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആണോ ടെൻഷൻ വരാ? അങ്ങനെ ടെൻഷൻ അല്ല, ഇതിന്റെ ബസ് കാത്തുനിന്ന് ടെൻഷൻ വരില്ലേ?
ടെൻഷൻ അടിക്കുന്ന ആളെപ്പോഴും അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ആ സ്ഥലത്ത് പോകാനുള്ള സമയത്ത് എത്തണം, അപ്പോൾ ബസ് വരാൻ ലേറ്റായി അല്ലെങ്കിൽ ബസ്സിൽ നിർത്താതെ പോകും, അങ്ങനെയൊക്കെ സമയത്ത് ടെൻഷൻ ആവില്ലേ? ഡയലോഗ് എന്ന് പറയുമ്പോഴോ? ഡയലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലെ ഡയലോഗ് പറയേണ്ടി വരുന്നത് തന്നെ ഓർക്കുന്നു. തോപ്പിൽ ജോപ്പനിൽ ഒരു ഡയലോഗ് പറയൂ. ഓർമ്മയില്ല. അതല്ല ചോദിച്ചു, ഒരു ഡയലോഗ്, ഒരു വാക്കാ പറഞ്ഞത്. തോപ്പിൽ ജോപ്പന്റെ ചോദ്യത്തിൽ നിന്ന് ഇടക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ അപ്പൊ? പിന്നെ ചോദ്യം ഒരു വാക്ക് പറയുമെന്ന് പറഞ്ഞിട്ട് ഉടനെ ഇത് സ്പോട്ട്ലൈറ്റ് തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയാണ്, കണ്ട ആൾക്കാരൊക്കെ നല്ല ഓർമ്മയാണ്, പറഞ്ഞ കാര്യങ്ങളും ഓർമ്മയാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അത് ഞാൻ ഓർക്കുന്നില്ല. എന്നാ ശരി, അടുത്ത് ചോദിക്കട്ടെ. ഗിഫ്റ്റ് എന്ന് പറയുമ്പോ എന്താ ഓർമ്മ പറഞ്ഞ? ഞാൻ ഇന്ന് രാവിലെ തന്നത് എന്ത് വാച്ച്. ഏത് വാച്ച്? ഇപ്പൊ കയ്യെ കെട്ടിരിക്കാണ്ട് ഞാൻ കേട്ടോ വാച്ചൊന്നും കിട്ടിയിട്ടില്ല. അത് കൊണ്ടേ വിറ്റോ, പണയം വെച്ചോ? കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പോട്ട്ലൈറ്റിൽ ചെയ്ത പെർഫോമൻസിന് ഞാനൊരു ഗിഫ്റ്റ് തന്നില്ലേ? എപ്പോ? അതുകൊണ്ട് കളഞ്ഞല്ലേ? ഇതാണ് ഓർമ്മയില്ലെന്ന് പറഞ്ഞത്. ഇതാണോ നുണ പറയില്ല എന്ന് പറഞ്ഞത്? ഫോട്ടോ എന്ന് പറയുമ്പോഴോ, ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോഴോ? ഫോട്ടോ എടുക്കുന്ന ക്യാമറ, കുറെ ലെൻസ് മേടിച്ചു വെക്കാം. ഒരു ക്യാമറയും കുറെ ലെൻസും മതി. ഈ അടുത്ത് എടുത്ത നല്ലൊരു ഫോട്ടോ അടുത്ത് കാണിച്ചു കൊടുത്താൽ ഇപ്പോഴത്തെ ഫോട്ടോ. സ്പോട്ട്ലൈറ്റ് ഇവിടെ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ മമ്മൂക്കിയോട് പറയണമെന്ന് വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഗ്ലാമറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റൈലൊക്കെ മാറിയോണ്ടേ മുടിയുടെയൊക്കെ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, ഞാൻ ഒന്നും പറയാറില്ല. നമ്മളേ ഈ തോപ്പിൽ ജോപ്പലിൽ ചെയ്ത കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, ഡാൻസും പാട്ടൊക്കെ. ഇനി ചെയ്യാത്ത കാര്യല്ലേ അനുകരണ കല, മിമിക്രി, അത് ചെയ്യോ? സ്വന്തമായിട്ട് ഒന്ന് അനുകരിക്കൂ. വടക്കൻ വീരഗാഥയിലെ ചന്തു ഇല്ലേ, ചന്തുവിന്റെ ആ ഡയലോഗ് ഒന്ന് എടുക്കൂ, കേക്കട്ടെ പറയണത്. അനുകരിക്കേണ്ട ആവശ്യമില്ല, അതുണ്ടല്ലോ. അപ്പൊ ഇത് ഒറിജിനൽ ആയിട്ട് എടുക്കും. ഇപ്പഴാ ശബ്ദം ഉണ്ടോന്ന് അറിയാനാ. സൗണ്ട് മാറ്റില്ല സംസാരിക്കാം. ചന്തുവിന്റെ സൗണ്ട് എങ്ങനെയാ? അത് അറിയില്ല എന്ന് പറയരുത്. കാര്യം തോപ്പിൽ ജോപ്പനിൽ ആ സീൻ പ്രത്യേകം കാണിക്കുന്നുണ്ട്. വടക്കൻ വീരഗാഥയിൽ സിനിമ കുട്ടികളിരുന്ന് കാണുന്നുണ്ടല്ലേ? അത് ടി വി സൗണ്ട് വേറെ, അത് വേറെ അല്ലേ? ഡയലോഗ് ഓർമ്മയുണ്ടോ നോട്ടെ? ഓർമ്മയില്ല, സോറി, ഞാൻ ഭയങ്കര മറവിക്കാരനാണ്. ശരി, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ പറയണം കേട്ടോ. നീ അടക്കമുള്ള പെൺവർഗം ശപിച്ചുകൊണ്ട് കൊഞ്ചും, നീ അടക്കമുള്ള ശപിച്ചുകൊണ്ട് കൊല്ലും. ഒന്നുകൂടെ. നീ അടക്കമുള്ള പെൺവർഗം നീ അടക്കമുള്ള പെൺവർഗം ശപിച്ചുകൊണ്ട് കൊഞ്ചും, നീ അടക്കമുള്ള പെൺവർഗം ശപിച്ചുകൊണ്ട് കൊല്ലും. ശപിച്ചുകൊണ്ട് കൊഞ്ച ചെയ്യാ, ശപിച്ചുകൊണ്ട് ഇങ്ങനെ കൊല്ല, ശപിച്ചുകൊണ്ട് കൊല്ലും. ഇതൊരു നടക്കി പോവൂല അല്ലേ? അപ്പൊ നമുക്ക് ഈ തോപ്പിൽ ജോപ്പിന്റെ വിജയാഘോഷ ചടങ്ങുകളിൽ ഒരു 100 ദിവസം കൂടിയിട്ടുള്ള ഒരു വിജയം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇനിയും കാണാനായിട്ട് വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ബീങ് ഓൺ മൈ ഷോ. വെൽക്കം.